2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളത്തിലെ BJP ഘടകം അതിൻ്റെ ശൈലി മാറ്റാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒന്നില്ല, ഗ്രൂപ്പില്ല, ഒരേ ഒരു ഗ്രൂപ്പ്, അത് നരേന്ദ്രമോദിയുടെ കീഴിൽ നിൽക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ് BJPയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ശൈലി മാറണം എന്ന് എടുത്തു പറയുന്നുണ്ട്. അമിത്ഷാ ഒരാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ വന്നിട്ട് പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ചേർത്ത് വായിക്കണം. അപ്പോൾ നമുക്കതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 2026 കേരളത്തിൽ അധികാരം പിടിക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ട് പോയത്. ഇനിയും വരും അമിത്ഷാ. അതിനു മുമ്പ് തന്നെ പുതിയ ഒരു ശൈലിയിലൂടെ കേരളത്തിലെ BJPയെ മുഴുവൻ അതിൻ്റേതായ രീതിയിൽ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിലേക്കാണ് കടക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. ഇതിനൊരു മിഷൻ 100 തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ആ മിഷൻ 100-ലൂടെ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എല്ലാ നേതാക്കന്മാർക്കും കഴിയും. അനൗദ്യോഗികമായിട്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് BJP. ആ സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ആ മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് സാധിക്കും. ഓരോ പഞ്ചായത്തിനുമുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കും. കൂടുതൽ സംവദിക്കാനും കഴിയും. ഇത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJP ഓരോ പഞ്ചായത്തിനും ഓരോ പ്രകടന പത്രിക തന്നെ പുറത്തിറക്കും. ഓരോ പഞ്ചായത്തിൻ്റെയും പ്രാദേശികമായിട്ടുള്ള വിഷയം കണക്കിലെടുത്തുകൊണ്ട്, ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ പ്രദേശത്തെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക, അത് ഉയർത്തിക്കാണിക്കുക, അത് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അത് നടപ്പിലാക്കുക. ഇതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഇതൊരു പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഓരോ പഞ്ചായത്തിനും പ്രകടന പത്രിക എന്നുള്ളത്. അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരും അറിയുന്നില്ല. അവരത് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ യഥാർത്ഥ ഗുണഭോക്താക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി പാർട്ടി കേന്ദ്രങ്ങൾ, BJPയുടെ പാർട്ടി ഓഫീസുകൾ അത് സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റും. വളരെ മുന്നേ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്നുള്ളത്. പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് വലിയ സൈദ്ധാന്തിക വിചാരം നടത്താനുള്ള ഇടം മാത്രമല്ല, അത് ജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള ഇടമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാണ് BJP പറയുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളുമുണ്ട്, സാധാരണക്കാരറിയുന്നില്ല. വീട് വയ്ക്കുന്നതിന് ആവാസ് യോജന, അതുപോലെ തന്നെ പഠന ആവശ്യങ്ങൾക്ക്, കച്ചവടം നടത്തുന്നതിന്, അല്ലാതെ സംരംഭകരാകുന്നതിന് വേണ്ടിയുള്ള വായ്പ രീതികൾ, ഇതൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ, വളരെ കുറഞ്ഞ പലിശയിലും സബ്സിഡിയിലും ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരം പലരും അറിയാതെ പോവുകയാണ്. എങ്ങനെ, ഏതെല്ലാം രേഖകൾ സഹിതം സമീപിക്കണം എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ഈ പാർട്ടി ഓഫീസുകൾ
നൽകണം എന്നാണ് പറയുന്നത്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സഹായിക്കും. 100 പഞ്ചായത്തെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ 100 പഞ്ചായത്തുകളെങ്കിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ. ഇപ്പോൾ കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റി ആണ് അധികാരത്തിലുള്ളത്, പാലക്കാടും പന്തളത്തും. അത് കൂട്ടണം. അതുപോലെ തന്നെ 2 കോർപ്പറേഷനുകൾ തിരുവനന്തപുരം കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുകയാണ്. തൃശ്ശൂരും നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ഫലം വിലയിരുത്തുമ്പോൾ അതിനകത്ത് ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് BJP മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും 100 പഞ്ചായത്തുകളും പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് BJP മുമ്പോട്ട് പോകുന്നത്. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ അടിത്തറ ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുക. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം വോട്ടർമാരുടെ ഇടയിലും വലിയൊരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് കൂടുതൽ ഗുണകരമാക്കി മാറ്റാനും കഴിയും എന്നാണ് പാർട്ടി കരുതുന്നത്. അതിലൂടെ തീർച്ചയായിട്ടും BJPക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നേറ്റം കുറിക്കാൻ കഴിയും. അമിത്ഷാ പറഞ്ഞതിനെ നമുക്ക് ബന്ധപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്ങനെ അധികാരത്തിൽ വരും എന്നുള്ള പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് അമിത്ഷായാണ്. അത് ഏത് തരത്തിലുള്ളതെന്ന് കാണിച്ചു തരും. മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടതാണ്. ത്രിപുരയിലൊക്കെ ഞെട്ടിച്ചു കളഞ്ഞ കാര്യമാണ്. ത്രിപുരയിലും അതുപോലെ പശ്ചിമ ബംഗാളിലും മമതയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവിടെ പ്രധാന പ്രതിപക്ഷം ഇപ്പോൾ BJP ആണ്. BJP പ്രധാനമായിട്ട് ഇപ്പോൾ അവിടെ നേരിടുന്നത് തന്നെ തൃണമൂൽ കോൺഗ്രസിനെയുമാണ്. ത്രിപുരയിൽ ഇത്തരത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഒരിക്കലും CPM കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ ഏത് തരത്തിൽ മുന്നേറണം, മുന്നോട്ട് പോകണം എന്നുള്ളത് BJPക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് കേരളത്തിലേക്ക് കൂടി പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് BJP കണക്ക് വയ്ക്കുന്ന കാര്യം. അത് ഒരു 2 സീറ്റുമായിട്ട് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ആദ്യകാലങ്ങളിൽ അവരാണിപ്പോൾ രാജ്യം ഭരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ള BJPക്ക് ഏത് തരത്തിൽ മുന്നേറണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ പറയുന്നത് അർത്ഥവത്തായി മാറുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, BJP ചില കാര്യങ്ങളിൽ ശൈലി മാറും. ആ ശൈലി മാറ്റത്തിലൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം. അതുപോലെ പറയുന്നുണ്ട്, എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, എപ്പോഴും പറയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അല്ല, ആ വിഹിതം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇനി കാര്യം, സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ട് വിഹിതം വർദ്ധിച്ചു, വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നാണ്. ഇനി അത് മാറി അവിടം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. അത്തരത്തിലുള്ള നീക്കത്തിനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അണികൾക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്.